ഇറാന്റെ പിടിച്ചുവച്ചിരിക്കുന്ന പണം തിരികെ നൽകുമ്പോൾ അത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ മാത്രമായി ഉപയോഗിക്കും. ഹോർമുസിന്റെ നിയന്ത്രണത്തിൽ നിന്ന് ഇറാൻ പിന്മാറും. ആണവ കേന്ദ്രങ്ങൾ പരിശോധിക്കാൻ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയെ അനുവദിക്കും. ഇതൊക്കെയാണ് കഴിഞ്ഞ 2 ദിവസമായി ഈ കരാർ ഒപ്പിട്ട ശേഷം ചർച്ചകൾക്ക് ശേഷം ട്രംപ് അവകാശവാദം ഉന്നയിച്ചിരുന്നത്. ട്രംപ് മാത്രമല്ല, അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസും ഇക്കാര്യത്തിൽ ചില കാര്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഇത് പൂർണ്ണമായും തള്ളുകയാണ് ഇറാൻ. അങ്ങനെ യാതൊരു ഉറപ്പും ഞങ്ങൾ നൽകിയിട്ടില്ല. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് പരിശോധിപ്പിക്കില്ല എന്ന് ഇറാന്റെ പാർലമെന്റിൽ നിയമത്തിലൂടെ പ്രമേയം പാസാക്കിയ ഒരു സ്ഥലം കൂടിയാണ്, ഒരു രാജ്യം കൂടിയാണ് അത് എന്നത് മനസ്സിലാക്കണം. അതിൽ നിന്ന് വ്യത്യസ്തമായി വിരുദ്ധമായി ഒന്നും സംഭവിക്കില്ല എന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സമാധാന ചർച്ചകളിൽ ഇത് കരുതൽ വീഴ്ത്തിയെന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന്, അമേരിക്കയിൽ നിന്ന് യാതൊരു സഹായവും ഇനി പ്രതീക്ഷിക്കേണ്ട, അമേരിക്കയിൽ നിന്ന് മാറി നിന്ന് യുദ്ധം തുടരാൻ തങ്ങൾ തയ്യാറാണ് എന്ന പ്രഖ്യാപനം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്യുന്നു. പശ്ചിമേഷ്യൻ സമാധാന ചർച്ചകളുടെ 2ാം ഘട്ടം അടുക്കുമ്പോഴേക്കും ഇത്തരം അസ്വസ്ഥതകൾ ഉടലെടുക്കുകയാണ് അവിടെ. ഇതടക്കം നിരവധി വാർത്തകളിലേക്ക് കടക്കാം. ആദ്യം തലക്കെട്ടുകൾ. ട്രംപിന്റെ അവകാശവാദങ്ങൾ പൂർണ്ണമായും തള്ളി ഇറാൻ. ആണവ കേന്ദ്രങ്ങളിൽ പരിശോധനയ്ക്ക് തയ്യാറല്ല. ഹോർമുസിൽ നിയന്ത്രണം വിട്ടു നൽകില്ല. മരവിപ്പിച്ച പണം തിരികെ നൽകുന്നത് ഉപയോഗിക്കുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം. ഇറാനെതിരെയുള്ള പോരാട്ടത്തിൽ US-നെ ആശ്രയിക്കുന്ന നിർത്തണമെന്ന് ബെന്യാമിൻ നെതന്യാഹു. ഇസ്രായേലിന്റെ ആയുധ ഉൽപാദന ശേഷി വികസിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി. ഇറാനെതിരായ ആക്രമണം ഇതുവരെ അവസാനിച്ചിട്ടില്ലെന്നും പ്രഖ്യാപനം. ഇറാനെതിരായ യുദ്ധച്ചെലവുകൾക്കായി $8,000 കോടി വേണമെന്ന് സെനറ്റർമാരോട് ആവശ്യപ്പെട്ട് പെന്റഗൺ. സാമ്പത്തിക ആവശ്യം അമേരിക്ക ഇറാൻ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഇതുവരെയുള്ള കണക്കനുസരിച്ച് യുദ്ധച്ചെലവ് $2,900 കോടി. ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം ലെബനനിൽ സംഭവിപ്പിച്ചത് കോടികളുടെ നാശം. 17,000-ലേറെ വീടുകൾക്ക് കേടുപാടുകൾ. കെട്ടിടങ്ങൾക്ക് മാത്രം $138 കോടി നാശം. തകർന്നടിഞ്ഞ് അതിർത്തി ഗ്രാമങ്ങൾ. പാകിസ്ഥാൻ സർക്കാരിനെതിരെ പാക് അധിനിവേശ കശ്മീരിൽ ജനകീയ പ്രക്ഷോഭം ശക്തം. സ്കൂൾ കുട്ടികളും സ്ത്രീകളും വൻതോതിൽ തെരുവിലിറങ്ങിയതോടെ പ്രതിഷേധം പുതിയ ഘട്ടത്തിൽ. പാക് സൈന്യം പുറത്തു പോവുക, അടിസ്ഥാനാവകാശങ്ങളും സൗജന്യ വിദ്യാഭ്യാസവും നൽകുക എന്നിവ ആവശ്യം. നഗരങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും പ്രതിഷേധം പടരുന്നു. വിശ്വനാഥ് സിൻഹ പുതിയ ചീഫ് സെക്രട്ടറി. തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ. ജയതിലകിന്റെ വിരമിക്കൽ 30-ന് KR ജ്യോതിലാലിനെയും പരിഗണിച്ചു. പ്രധാനമന്ത്രിയെ കണ്ട് മമ്മൂട്ടിയും കുടുംബവും. ചിത്രങ്ങൾ സമൂഹമാധ്യമത്തിലൂടെ പങ്കുവച്ച നരേന്ദ്രമോദി. കൂടിക്കാഴ്ച പത്മഭൂഷൺ പുരസ്കാരം ഏറ്റുവാങ്ങിയതിനു ശേഷം. ബജറ്റ് ചർച്ചയ്ക്ക് ഇന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി. മദ്യനികുതിയിലും വിശദീകരണമുണ്ടാകും. അഴിമതി ആരോപണത്തിൽ ഉറച്ച പ്രതിപക്ഷം. LDF-ൽ ഉപനേതാവ് തർക്കം തുടരുമ്പോൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി CPI. ചരിത്രം കുറിച്ച് കേരളത്തിന് അഭിമാന നിമിഷം. ഉദ്ഘാടനത്തിന് ശേഷം 1000 കപ്പലുകൾ കരയ്ക്കടുക്കുന്ന തുറമുഖമാകാൻ വിഴിഞ്ഞം. ചരിത്ര നിമിഷം ഇന്ന് MSC ലൂസിയാന കരയ്ക്കടുക്കുന്നതോടെ. കണ്ണൂർ വാണിയപ്പാറ പള്ളി സെമിത്തേരിയിൽ അടക്കം ചെയ്ത് സത്യം കണ്ടെത്താൻ 38ാം കല്ലറ ഇന്ന് തുറക്കും. പരിശോധനയ്ക്ക് കരിക്കോട്ടക്കരി പോലീസും ഫോറൻസിക് വിദഗ്ധരും പോലീസ് സർജനും RDOയും നേതൃത്വം നൽകും. കല്ലറയിലെ 3ാമത്തെ മൃതദേഹം കാണാതായ സിജോയുടെ സംശയത്തിൽ ബന്ധുക്കളുമെത്തും. പ്രദേശത്തിൽ നിന്ന് കരകയറാതെ താരസംഘടന അമ്മ. ശ്വേതയുടെ ഭരണസമിതി രാജിവെച്ചിട്ടും രമേശ് പിഷാരടി അഡ്ഹോക് കമ്മിറ്റി കൺവീനറായിട്ടും രക്ഷയില്ല. ഭാരവാഹികളായിരുന്നവരുടെ ഈഗോ ആണ് കാരണമെന്ന് ഒരു വിഭാഗം. അൻസിബയുടെ പരാതി സംഘടനയ്ക്കുള്ളിൽ തീർക്കാതിരുന്നതിലും കടുത്ത വിമർശനം. രാജിവെച്ചിട്ടും വ്യക്തിഹത്യ തുടരുകയാണെന്നും ഫേസ്ബുക്കിലൂടെ ശ്വേത. 3 പേരുടെ ജീവനെടുത്ത കൊട്ടാരക്കര ടിപ്പർ അപകടത്തിൽ നടപടി. പരിശോധിക്കാതെ ഫിറ്റ്നസ് നൽകിയ 2 മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. വാഗമണിനെ വെട്ടിപ്പിടിക്കാൻ ഇടുക്കിക്ക് പുറത്തെ ഭൂമാഫിയ. കാഴ്ചകളുടെ പർദീസയായ വരാട്ടുമേട്ടിൽ റിസോർട്ട് നിർമ്മാണവും കൃഷിയും തകൃതിയെന്ന് പരാതി. റവന്യൂ ഭൂമി കൈയേറ്റം. പട്ടയഭൂമി വാങ്ങിയ ശേഷം കളക്ടർ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും
മാഫിയയ്ക്ക് പുല്ലുവില. ഇപ്പോൾ കിട്ടിയൊരു വാർത്തയിലേക്ക്. വിശ്വനാഥ സിൻഹ പുതിയ ചീഫ് സെക്രട്ടറിയാകും. മന്ത്രിസഭായോഗത്തിലാണ് സുപ്രധാനമായ ഈ തീരുമാനമെടുത്തത്. ഈ മാസം 30-ന് എ ജയതിലക് വിരമിക്കുന്ന ഒഴിവിലേക്കാണ് ഈ നിയമനം. നേരത്തെ KR ജ്യോതിലാലിനെ അടക്കം ഈ പോസ്റ്റിലേക്ക് പരിഗണിച്ചിരുന്നു. VV അരുൺ ചേരുന്നു. അരുണ്, ഇപ്പോൾ വിശ്വനാഥ സിൻഹയിലേക്ക് മന്ത്രിസഭായോഗത്തിന്റെ തീരുമാനമെത്തിയത് എങ്ങനെയാണ്? 1992 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ് ബീഹാർ സ്വദേശിയായ വിശ്വനാഥ് സിൻഹ. അദ്ദേഹം 2 വർഷമായി സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറിയാണ്. KR ജ്യോതിലാൽ ചീഫ് സെക്രട്ടറി ആകുമെന്നായിരുന്നു സൂചനകൾ. പക്ഷേ KR ജ്യോതിലാലിന് ഇനിയും 3 വർഷത്തെ സർവീസ് ഉണ്ട്. അതായത് 2029 വരെ. ഇപ്പോൾ അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയിരുന്നെങ്കിൽ 29 വരെ തുടരാം. സിൻഹയ്ക്ക് 2028 വരെയാണ് സർവീസ്. സ്വാഭാവികമായും 1 വർഷം സീനിയറായ സിൻഹയെ, അദ്ദേഹം 92 ബാച്ച് ഉദ്യോഗസ്ഥനാണ്, ജ്യോതിലാൽ 93. സിൻഹയെ ചീഫ് സെക്രട്ടറി ആക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിക്കുകയായിരുന്നു. ജ്യോതിലാലിന് സിൻഹ വിരമിച്ച് വീണ്ടും 1 വർഷം കൂടി സ്ഥാനത്തേക്ക് എത്തിയാൽ തുടരാനാകും. അതുകൊണ്ട് അദ്ദേഹത്തിന് അവസരം നൽകാൻ തീരുമാനമെടുത്തു എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. മനോജ് ജോഷി അടക്കമുള്ള സീനിയർ ഉദ്യോഗസ്ഥർ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ്. അവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല. സഞ്ജീവ് കൗശികും സീനിയർ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷൻ തുടരാനാണ് താല്പര്യപ്പെട്ടത്. അതുകൊണ്ടാണ് ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറിയായ വിശ്വനാഥ് സിൻഹയ്ക്ക് നറുക്കു വീണത്. അദ്ദേഹം സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറിയായി അടുത്ത ബുധനാഴ്ച ചുമതലയേൽക്കും. അന്നാണ് ഡോക്ടർ A ജയതിലക് വിരമിക്കുന്നത്. ഏതായാലും 92 ബാച്ച് ഉദ്യോഗസ്ഥൻ ആഭ്യന്തര സെക്രട്ടറി വിശ്വനാഥ് സിൻഹ സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി ആകും. അല്പസമയം മുമ്പ് അവസാനിച്ച മന്ത്രിസഭാ യോഗമാണ് വിശ്വനാഥ് സിൻഹയെ, ജ്യോതിലാലിനെ മറികടന്നുകൊണ്ട് വിശ്വനാഥ് സിൻഹയെ സംസ്ഥാന ചീഫ് സെക്രട്ടറി ആക്കാൻ തീരുമാനമെടുത്തത്. രഞ്ജിത്ത്, പ്രധാനപ്പെട്ട തീരുമാനമാണ്. നിലവിൽ 92 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ് വിശ്വനാഥ് സിൻഹ. പുതിയ ചീഫ് സെക്രട്ടറിയാണ്. KR ജ്യോതിലാലിൻ്റെക്കാളും സീനിയർ, 1 വർഷം സീനിയർ എന്ന നിലയിലാണ് ഈ തീരുമാനത്തിലേക്ക് എത്തുകയെന്നാണ് VV അരുൺ റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് മറ്റു ചില വാർത്തകളിലേക്ക് പോകണം. കുറേ ദിവസങ്ങളായി 2 ദിവസങ്ങളായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡന്റും ചില അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. യുദ്ധത്തിൽ ആത്യന്തികമായ വിജയം തങ്ങൾക്കാണ് എന്നാണ് ട്രംപിന്റെ അവകാശവാദം. അതിന് കാരണം തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ പരിശോധിക്കാൻ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയെ ഇറാൻ അനുവദിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് നിയന്ത്രണം ഇറാൻ വിട്ടു നൽകുമെന്ന കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം കോടിക്കണക്കിന് ഡോളറാണ്, ഖത്തറിൽ മരവിപ്പിച്ച ഡോളറാണ് തിരിച്ചു നൽകാമെന്ന് ഈ കരാറിലൂടെ സമ്മതിച്ചിരിക്കുന്നത്. ആ ഡോളർ പൂർണ്ണമായും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ മാത്രം ഇറാൻ ഉപയോഗിക്കും എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കരാർ എഗ്രിമെൻ്റ് കൂടി ഉണ്ട് എന്ന് ട്രംപ് പറയുകയാണ്. പക്ഷേ ഇത് പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇറാന്റെ അവകാശവാദം. ഇത്തരം ഒരു കരാറുകളും ഉണ്ടായിട്ടില്ല എന്ന് ഇറാൻ പ്രതികരിക്കുന്നു. ഭാവിയിൽ ദീർഘകാലത്തേക്ക് ഉന്നതതല ആണവ പരിശോധനകൾക്ക് ഇറാൻ സമ്മതിച്ചു എന്ന വാദം തെറ്റാണ്. ട്രൂത്ത് സോഷ്യലടക്കം ട്രംപ് പുറത്തുവിട്ട കുറിപ്പ് പൂർണ്ണമായും തെറ്റാണ് എന്ന് പറയുകയാണ്. ഏതായാലും ഇത് ഇപ്പോൾ ഈ ആണവ ചർച്ചകൾ അല്ലെങ്കിൽ ഈ പശ്ചിമേഷ്യൻ ചർച്ചകളുമായി ബന്ധപ്പെട്ട് പുതിയ ഒരു കരടായി മാറിയ പശ്ചാത്തലം കൂടിയാണ്. VV വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, ഈ ചർച്ച നടക്കുന്ന നിമിഷങ്ങളിലും ട്രംപിൻ്റെതായ നിരവധി പ്രകോപനപരമായ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റുകൾ വന്നിരുന്നു. അത് ഇറാൻ പ്രതിനിധികളെ ഒരു ഘട്ടത്തിൽ ചർച്ച ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകുന്ന തരത്തിൽ വരെ കാര്യങ്ങൾ എത്തിച്ചുവെന്ന വിലയിരുത്തൽ വന്ന ഇടയിലാണ് വീണ്ടും ചില പ്രകോപനപരമായ പ്രസ്താവനകൾ, ചില ഏകപക്ഷീയമായ വാദങ്ങൾ ട്രംപിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇപ്പോൾ അതിനോട് ഇറാൻ ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ്. എന്താണ് വിവരങ്ങൾ? രഞ്ജിത്ത്, 60 ദിവസത്തെ ചർച്ചകൾക്കുള്ള സമാധാന കരാറാണ് ഇപ്പോൾ ഉടമ്പടിയായിരിക്കുന്നത്. പക്ഷേ കാര്യങ്ങൾ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. എത്രമാത്രം സമാധാനം കൈവരും എന്നതിലാണ് ഇപ്പോൾ ചോദ്യം ഉയരുന്നത്. കാരണം അമേരിക്ക പറയുന്ന ചില കാര്യങ്ങൾ, അത് ഈ കരാറുമായി ബന്ധപ്പെട്ട ചില വ്യവസ്ഥകളെക്കുറിച്ചാണ്. അതിൽ ഒന്ന്, അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തുമെന്നതാണ്. എന്നാൽ ഇറാൻ അതിപ്പോൾ പൂർണ്ണമായും തള്ളുകയാണ്. അങ്ങനെ ഒരു ഉറപ്പ് ചർച്ചയിൽ നൽകിയിട്ടില്ല, അങ്ങനെ ഒരു ധാരണ ചർച്ചയിൽ ഉണ്ടായിട്ടില്ല. തങ്ങളുടെ മേഖലയിൽ, അങ്ങനെ ആണവ മേഖലയിൽ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി പ്രവേശിക്കുന്നതിന് അനുവാദം നൽകില്ല എന്ന കാര്യം ഇപ്പോൾ ഇറാൻ്റെ പ്രസിഡന്റ് പെസഷ്കിയാൻ അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു. ഏറ്റവും വലിയ പ്രശ്നം അതുതന്നെയാണ്. ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്നത് ഇറാൻ ആണവ ശക്തിയായി മാറുമോ എന്നതാണ്. ഈ യുദ്ധത്തിൻ്റെ അടിസ്ഥാനം പോലും ഇങ്ങനെ ഒരു കാര്യമായിരുന്നു. ഈ ഒരു വാദത്തിലൂന്നിയാണ് അമേരിക്ക ഇസ്രായേലിൻ്റെ കൂടെ ചേർന്നതും പിന്നീട് ഇറാനിലേക്ക് ആക്രമണം നടത്തിയതും ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ്റെ തിരിച്ചടി ഉണ്ടായതും ഇസ്രായേൽ അടക്കമുള്ള മേഖലകളിലേക്കും ഇറാൻ്റെ ആക്രമണം ഉണ്ടായി. ഏതായിരുന്നാലും അങ്ങനെ വളരെ സംഘർഷഭരിതമായ സാഹചര്യം, ഇന്ത്യക്കാരുൾപ്പെടെ കൊല്ലപ്പെടുന്ന സാഹചര്യം, നിരവധി വ്യാവസായിക കേന്ദ്രങ്ങൾ തകരുന്ന സാഹചര്യം, അവിടെ എല്ലാം തന്നെ സാമ്പത്തികമായി ലോകക്രമം തന്നെ താളം തെറ്റുന്ന നിലയിലേക്ക്
പോകുന്ന ഒരു നില. അവിടെ നിന്നാണ് ഇങ്ങനെ ഒരു ചർച്ചയിലേക്ക് വരുന്നത്. പക്ഷേ ചർച്ചയിലെ ധാരണകൾ വീണ്ടും സങ്കീർണമാകുന്ന ഒരു സാഹചര്യമാണ്. അമേരിക്കയുടെ പ്രഖ്യാപനങ്ങൾ പലതും ഏകപക്ഷീയമാണെന്ന നിലപാട് ഇറാൻ എടുക്കുന്നു. മാത്രമല്ല അവർക്ക് ഏറ്റവും ഒടുവിൽ ഇറാൻ്റെ 24,000 കോടി ഡോളറിൻ്റെ ഒരു ഉപരോധം കൊണ്ടുവരുന്നുണ്ട്. ഇന്ത്യൻ മണി നോക്കുമ്പോൾ 1,15,000 കോടി രൂപ അത് ഇപ്പോൾ ഇറാന് തിരികെ നൽകാനുള്ള ഒരു ധാരണയിലേക്ക് അമേരിക്ക എത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെയും അതാണ് ഈ ട്രംപ് പറയുന്നത്, ഇത്രയും പണം ഇറാന് നൽകാനുള്ള ധാരണയുണ്ട്, അത് കരാറിലുണ്ട്, എഗ്രിമെന്റിലുണ്ട്. പക്ഷേ അത് പൂർണ്ണമായും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ, നേരത്തെ പറഞ്ഞ കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നാണ്, ഇപ്പോൾ പറയുന്നത് അമേരിക്കയുടെ ഏതെങ്കിലും ഉൽപ്പന്നങ്ങൾ അത് വാങ്ങാനാണ് ഇറാന് ചിലവഴിക്കാനാവുക. അത്തരം ഒരു കാര്യം എഗ്രിമെന്റിലുണ്ട് എന്ന് പറയുകയാണ്. പക്ഷെ അതും പൂർണ്ണമായി നിഷേധിക്കുന്നു. അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം, ഞങ്ങളാണ് ഞങ്ങളുടെ പണം എങ്ങനെ ചിലവഴിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നു എന്ന് ഇറാൻ പറയുമ്പോൾ ഈ തരത്തിലുള്ള എഗ്രിമെന്റിലെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിലും ഒരു പ്രശ്നം വരികയാണ്. തീർച്ചയായും അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. ഈ സാമ്പത്തിക സഹായം നൽകുമ്പോൾ ഏതാണ്ട് 1.15 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക സഹായം അങ്ങനെ നൽകുമ്പോൾ ആ പണം അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് ഉപയോഗിക്കണമെന്ന ഒരു വ്യവസ്ഥയാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഇറാൻ പറയുന്നു. മാത്രമല്ല മറ്റ് വസ്തുക്കൾ ഫ്രീസ് ചെയ്തതുകൊണ്ട് മറ്റ് അവരുടെ സാമ്പത്തികമായ വസ്തുക്കളെല്ലാം തന്നെ അമേരിക്ക ഉപരോധത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ഘട്ടം ഘട്ടമായി തിരിച്ചു നൽകുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളാണ് നടക്കുന്നത്. പക്ഷേ ഈ ആദ്യഘട്ടത്തിൽ നൽകുന്ന തുക തന്നെ അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങണമെന്ന ആവശ്യമാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ആണവ പ്രശ്നം, അതിന് പിന്നാലെ ഈ സാമ്പത്തിക വിഷയം, ഇതിലെല്ലാം തന്നെ തട്ടിത്തകരുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ 60 ദിവസത്തെ അടുത്ത ഘട്ട ചർച്ച എങ്ങനെ പര്യവസാനിക്കും എന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുന്നത്. മാത്രമല്ല ഈ മധ്യസ്ഥ രാഷ്ട്രങ്ങളുടെ ഇടപെടൽ, അതുകൊണ്ട് മാത്രമാണ് ഏറ്റവും ഒടുവിൽ സ്വിറ്റ്സർലാൻഡിൽ നടന്ന ചർച്ച പോലും പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് തുടർച്ചയായി ഈ തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചത് വഴി ഇറാൻ്റെ പ്രതിനിധികൾ പ്രകോപിതരാവുകയും അവർ ആ ചർച്ച ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോകാൻ തയ്യാറാവുകയും ചെയ്തു. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഈ മധ്യസ്ഥ രാഷ്ട്രങ്ങൾ ഇടപെട്ട് ഇവരെ തണുപ്പിച്ച് വീണ്ടും ഈ ചർച്ചയുടെ ഭാഗമാക്കി മാറ്റുന്നത്. അങ്ങനെ സമാധാന ചർച്ച ഒരു വശത്ത് നടക്കുമ്പോൾ ഈ കരാർ പ്രാബല്യത്തിൽ വന്നു എന്ന് പറയുമ്പോഴും ഇത്തരം കാര്യങ്ങളിൽ വലിയ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇറാനുള്ള ഏക ആശ്വാസം അവരുടെ എണ്ണ വിൽപ്പന നടത്താനുള്ളൊരു സാഹചര്യമുണ്ട്. അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന നാവിക ഉപരോധം പൂർണ്ണമായി മാറ്റിയിട്ടുണ്ട്. അവർക്ക് വലിയ തോതിൽ ഇപ്പോൾ തന്നെ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് തന്നെ എണ്ണ ഉൽപ്പാദനം നിർത്താൻ ഇറാന് കഴിയുമായിരുന്നില്ല. കാരണം അതൊരു സാങ്കേതിക വിദ്യയാണ്, തുടർ പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ 68 ലക്ഷം ബാരൽ എണ്ണയാണ് അവിടെ കെട്ടിക്കിടക്കുന്നത്. അതിൽ 80% എവിടേക്ക് കൊണ്ടുപോകണം എന്ന് പോലും അറിയാത്ത സാഹചര്യമാണ്. കാരണം ഉപരോധം മൂലം തുടർച്ചയായി അവരുടെ വ്യാപാര പങ്കാളിയായിരുന്ന ചൈനയിലേക്കാണ് വലിയ തോതിൽ എണ്ണ പോകുന്നത്. ദക്ഷിണ കൊറിയയിലേക്ക് ഉണ്ടായിരുന്നു, ഇന്ത്യയിലേക്ക് എണ്ണ കയറ്റുമതി ചെയ്തിരുന്നു. പക്ഷേ അമേരിക്കയുടെ ഉപരോധം വന്നതോടുകൂടി പല രാജ്യങ്ങളിലേക്കും എണ്ണ കയറ്റുമതി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. ഇപ്പോൾ കൂട്ടത്തോടെ ഈ കപ്പലുകൾ പുറപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ അവിടെ പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വിൽക്കുക എന്ന ഏറ്റവും വലിയ വെല്ലുവിളി ആണ് ഇപ്പോൾ ഇറാൻ നേരിടുന്നത്. അവർക്ക് ഏതെങ്കിലും ഒരു ഉപഭോക്താവിനെ കണ്ടെത്തണം, അങ്ങനെയുള്ള രാജ്യങ്ങളെ കണ്ടെത്തണം. അതുകൊണ്ട് തന്നെ കുറഞ്ഞ നിരക്കിൽ എണ്ണ വിറ്റ് തീർക്കുക എന്നതാണ് അവരെ സംബന്ധിച്ച്. അതും ഈ 60 ദിവസത്തിനുള്ളിൽ, 60 ദിവസം കൊണ്ട് ഒരുപക്ഷെ അടുത്ത ഉപരോധമോ അല്ലെങ്കിൽ കാര്യങ്ങൾ വഷളായാൽ വീണ്ടും ഒരു യുദ്ധത്തിലേക്കോ കാര്യങ്ങൾ നീങ്ങും. അതിനകം ഇപ്പോൾ ഈ കെട്ടിക്കിടക്കുന്ന എണ്ണ വിൽക്കുക എന്നതാണ് ഇറാനെ സംബന്ധിച്ച്. തീർച്ചയായും തുടരുക വിനോദ്. അതായത് ഈ ഇറാന്റെ അവകാശവാദം, അമേരിക്കയുടെ അവകാശവാദം പൂർണ്ണമായും ഇറാൻ തള്ളുകയാണ്. അതിൽ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളുണ്ട്. നിലവിൽ ഇറാൻ പാർലമെന്റ് നിയമം മൂലം വിലക്കിയിരിക്കുന്ന ഒന്നാണ് ആണവ കേന്ദ്രങ്ങളിലെ IAEA പരിശോധന, ആണവോർജ്ജ ഏജൻസിയുടെ പരിശോധന. ഇറാന്റെ മരവിപ്പിച്ച ഫണ്ട് വിട്ടു നൽകുന്നത് അമേരിക്ക ഗുണം ചെയ്യുന്ന തരത്തിലാണ് നൽകുകയെന്നാണ് മറ്റൊരു അമേരിക്കൻ വാദം. അത് പൂർണ്ണമായും തള്ളുകയാണ്. അമേരിക്കൻ ട്രഷറി എസ്ക്രോ അക്കൗണ്ടിലേക്ക് മാറ്റുന്ന പണം ഉപയോഗിച്ച് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങാൻ വിനിയോഗിക്കേണ്ടി വരുമെന്നാണ് അമേരിക്കയുടെ നിലപാട്. 1200 കോടി ഡോളറാണ്. പക്ഷേ പണം എന്ത് ചെയ്യണമെന്ന് തങ്ങൾ തീരുമാനിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട പശ്ചാത്തലമാണ്. ഹോർമുസ് നിയന്ത്രിക്കുമെന്ന് ഇറാൻ ആവർത്തിക്കുന്ന പശ്ചാത്തലമുണ്ട്. കരാർ പാലിച്ചില്ലെങ്കിൽ എന്തു ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാം എന്ന് ട്രംപ് വെല്ലുവിളിക്കുന്നതിനിടയിലാണ് അസന്നിഗ്ധമായ നിലപാട് ഇത്തരം വിഷയങ്ങളിൽ ഇറാൻ വ്യക്തമാക്കുന്നത് എന്നത് ഏറ്റവും നിർണായകമായ ഒന്നാണ്. മറ്റൊന്ന്, ഇറാനെതിരായുള്ള പോരാട്ടത്തിൽ, അതായത് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നിലപാടിൽ ചില കടുപ്പിക്കലുകൾ വരികയാണ്. അമേരിക്കയെ തള്ളിക്കൊണ്ടുള്ള നിലപാടിലേക്ക് ഇസ്രായേൽ പ്രസിഡന്റ് വരുന്നത് അദ്ദേഹം പെട്ടിരിക്കുന്ന പുതിയ ഒരു കെണിയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ്. ഇറാനെതിരായ പോരാട്ടത്തിൽ US-നെ ആശ്രയിക്കുന്നത് നിർത്തണമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പുതിയ ആവശ്യവും ആഹ്വാനവും.
ഇസ്രായേൽ ആയുധ ഉൽപാദന ശേഷി വികസിപ്പിക്കണമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കുകയാണ്. ഇറാനെതിരെയുള്ള പോരാട്ടത്തിൽ US മാത്രമല്ല ഞങ്ങൾക്ക് ആശ്രയം, ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പോരാടാൻ അറിയാം എന്നാണ് വെസ്റ്റ് ബാങ്കിലെ ഗുഷ് എറ്റ്സിയോൺ കുടിയേറ്റ മേഖലയിൽ യുദ്ധവിദഗ്ധരുമായി സംസാരിക്കവേ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. അമേരിക്കൻ സുഹൃത്തുക്കളിൽ നിന്ന് ലഭിച്ച പിന്തുണയ്ക്ക് നന്ദി പറയുന്നതിനൊപ്പമാണ് നമുക്ക് നമ്മുടേതായ സ്വതന്ത്രമായ ആയുധോൽപാദന സംവിധാനം ആവശ്യമാണ് എന്നും സ്വന്തം ആയുധങ്ങൾ നിർമ്മിക്കണം എന്നും ഇറാനെയും അവരുടെ ആശ്രിത സംഘങ്ങളെയും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് യുദ്ധം നിർത്തിയിട്ടില്ല, ഇപ്പോഴും പോരാട്ടം തുടരുകയാണ് എന്ന് നെതന്യാഹു അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നത് ഈ സമാധാന ശ്രമങ്ങൾക്ക് മറ്റൊരു കരടായി മാറുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. കൂടുതൽ കരുത്താർജിക്കണം, കൂടുതൽ സാങ്കേതികവിദ്യ ഉൾക്കൊള്ളണമെന്ന് കമാൻഡർമാരോട് ആഹ്വാനം ചെയ്യുകയാണ്. വിനോദ്, ഇതൊരു പുതിയ ഏടാണല്ലോ. കഴിഞ്ഞ കുറേ നാളുകളായി ബെഞ്ചമിൻ നെതന്യാഹു ഈ യുദ്ധം നിർത്തിവെക്കുന്നതിനും സമാധാന കരാറിനും എതിരാണ്. അമേരിക്കയുമായി ഈ വിഷയത്തിൽ ട്രംപുമായി പോലും തർക്കങ്ങളുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് നെതന്യാഹുവിൻ്റെ രാജ്യത്തിനുള്ളിൽ ഉണ്ടായിരിക്കുന്ന വലിയ എതിർപ്പാണ്. 92% ഇസ്രായേലികളും ഇറാനാണ് യുദ്ധത്തിൽ ജയിച്ചത് എന്ന് പറയുന്ന സർവേയൊക്കെ പുറത്തു വന്ന 2-3 ദിവസമായ പശ്ചാത്തലം കൂടിയുണ്ട്. നെതന്യാഹു വീണ്ടും യുദ്ധം തുടരുമെന്നാണോ പറയുന്നത്? രഞ്ജിത്ത്, തീർച്ചയായും ഈ യുദ്ധത്തിൻ്റെ പ്രകോപനത്തിൻ്റെ തുടക്കം മുതൽ തന്നെ അങ്ങനെ ഒരു നിലപാടാണ് ഇസ്രായേൽ എടുക്കുന്നത്. ഇസ്രായേലാണ് യുദ്ധത്തിൻ്റെ അടിസ്ഥാന കാരണം എന്ന് തന്നെ നമുക്ക് പറയാം. അല്ലെങ്കിൽ ഹിസ്ബുള്ളയുമായിട്ടുള്ള ഏറ്റുമുട്ടലാണ് ഇങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങളെ കൊണ്ട് ചെന്നെത്തിക്കുന്നത്. കരാറുമായി ബന്ധപ്പെട്ട് ലെബനനിലേക്കുള്ള ആക്രമണം ഇസ്രായേൽ നിർത്തണമെന്നൊരു ആവശ്യമുണ്ടായിരുന്നു. അത് ഇറാൻ മുന്നോട്ട് വെച്ചതാണ്. ആ ആവശ്യം അമേരിക്ക അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ ഇസ്രായേൽ അത് അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, നെതന്യാഹു ട്രംപുമായി ഉടക്കുന്ന നിലയിലേക്ക് പോയി. അവർ തമ്മിൽ അസ്വാരസ്യം ഉണ്ടാകുന്ന ഒരു ഘട്ടം, അസ്വാരസ്യം എന്നത് വാക്പോരിലേക്ക് തന്നെ മാറുന്ന നിലയുണ്ടായി. എല്ലാവരും നിയന്ത്രണം പാലിക്കണം എന്ന ഒരു കർശന നിർദ്ദേശം ഇസ്രായേലിന് നേർക്ക് ട്രംപിന് നൽകേണ്ടി വരുന്നു. അതിന് മറുപടിയായി നെതന്യാഹുവിൻ്റെ വാക്കുകൾ, ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റാണ്, താൻ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയാണ് എന്ന് തുറന്നടിക്കുന്ന നിലയിലേക്ക് നെതന്യാഹു എത്തി എന്നതാണ് അവിടെ ഏറ്റവും വലിയ ഈ തർക്കത്തിൻ്റെ തെളിവായി മാറിയത്. അതിനുശേഷം ഇതാ നെതന്യാഹു രാജ്യത്തെ സൈനികരോട് പറയുകയാണ്, നമ്മൾ സ്വന്തമായി ആയുധശക്തിയാകണം, മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കണം. അത് വരികൾക്കിടയിൽ കൃത്യമായി നമുക്ക് വായിക്കാൻ കഴിയുന്നത് അമേരിക്കയെ ആശ്രയിക്കേണ്ട കാര്യമില്ല. ഇനിയുള്ള നാളുകളിൽ അടുത്തുള്ള 3, 4, 5 വർഷം കഴിയുമ്പോൾ ഇസ്രായേൽ എവിടെ നിൽക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ താല്പര്യത്തിന് വഴിമാറിപ്പോകുന്നു. ഇസ്രായേലിൻ്റെ സുരക്ഷിതത്വം അവർ കണക്കാക്കുന്നില്ല എന്നൊരു പരാതിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിലയിരുത്തലോ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും രാജ്യത്തെ ജനങ്ങളോട് അക്കാര്യം പറയുകയും ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ തന്നെ $7 ബില്യൺ ആയുധമാണ് അമേരിക്ക ഇസ്രായേൽ നൽകുന്നത്. അത് നമുക്കറിയാം, അമേരിക്കയുടെ ബജറ്റിൽ നിന്ന് എക്കാലവും ഇസ്രായേലിന് ഇങ്ങനെ ആയുധം നൽകാറുണ്ട്. അത് പണമായി വകയിരുത്തുകയും പണമായി കൈമാറില്ല, മറിച്ച് അമേരിക്ക ആയുധമായിട്ടാണ് ഇസ്രായേലിന് എല്ലാ കാലവും സഹായം ചെയ്യുന്നത്. ഈ യുദ്ധം നടക്കുമ്പോൾ പോലും $7 ബില്യൺ ആയുധം ഇസ്രായേലിന് അമേരിക്ക നൽകിയിരുന്നു. പക്ഷേ ഇതിൻ്റെ പേരിൽ അമേരിക്കയിലെ ഭരണാധികാരികൾ അവിടുത്തെ ജനങ്ങളുടെ പഴി കേൾക്കേണ്ടി വരുന്നുണ്ട്. കാരണം എന്തിന് ഇസ്രായേലിനെ ഇങ്ങനെ അമേരിക്കയുടെ പണം എടുത്ത് സഹായിക്കണമെന്ന ചോദ്യം വലിയൊരു വിഭാഗം ജനത അവിടെ ചോദിക്കുന്ന നിലയുണ്ട്. മാത്രമല്ല, US കോൺഗ്രസിൻ്റെ അംഗീകാരമില്ലാതെ ഇനി ഒരു യുദ്ധത്തിലേക്ക് പോവുക സാധ്യമല്ല. പക്ഷേ സെനറ്റിൻ്റെയൊക്കെ തന്നെ അംഗീകാരം നേടിക്കൊണ്ട് ട്രംപ് ഒരു പരിധിവരെ മുന്നോട്ട് പോകുന്നുണ്ട്, പ്രമേയം പാസ്സാക്കുന്നുണ്ട്. പക്ഷേ അമേരിക്കൻ സർക്കാരിൻ്റെ ഹിതപരിശോധന വരികയാണ്. അവിടെ ജനങ്ങൾ ഒരുപക്ഷെ തിരിഞ്ഞാൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിലും ഇങ്ങനെയുള്ള എതിർപ്പുകളുണ്ട്, മറ്റ് പാർട്ടികൾ എല്ലാം തന്നെ ഈ യുദ്ധത്തിനെ ചോദ്യം ചെയ്യുന്ന നിലയുണ്ട്. അങ്ങനെ വരുന്നൊരു ഘട്ടത്തിൽ ട്രംപിന് അത് കൂടുതൽ പരുങ്ങലാകും. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി കൂടി നോക്കേണ്ടതുണ്ട്. JD വാൻസൊക്കെ ഈ യുദ്ധം തീർക്കുന്നതിന് വേണ്ടിയുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് നടത്തിയതെന്ന് നമുക്ക് അറിയാവുന്നതാണ്. കാരണം ട്രംപ് ഇടയുമ്പോൾ അല്ലെങ്കിൽ ഇറാനിലെ നേതാക്കൾ ഇടയുമ്പോൾ നെതന്യാഹു പ്രകോപിതനായി പെരുമാറുമ്പോഴൊക്കെ തന്നെ ഈ അമേരിക്കയുടെ താല്പര്യം, അവരുടെ പാർട്ടിയുടെ താല്പര്യം ഒക്കെ തന്നെ സംരക്ഷിച്ചുകൊണ്ട് JD വാൻസിൻ്റെ ഒക്കെ തന്നെ ഇടപെടൽ ഉണ്ടാകുന്നത് അത് വളരെ. അതുപോലെ തന്നെ മാർക്കോ റൂബിയോ, അദ്ദേഹം സ്റ്റേറ്റ് സെക്രട്ടറിയാണ്, അദ്ദേഹമൊക്കെ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ പലകുറി നടത്തിയതും അതാണ് ഈ ചർച്ചയിലൂടെ ഒരു പരിധിവരെ വിജയം കണ്ടിരിക്കുന്നത്. പക്ഷേ നെതന്യാഹു ആ ചർച്ചയെ ഒന്നും തന്നെ മുഖവിലേക്ക് എടുക്കുന്നില്ല, അത് അംഗീകരിക്കുന്നില്ല. ഈ കരാറിനെ പോലും നെതന്യാഹു അംഗീകരിക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹം. ശരി വിനോദ്, വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇതിനിടെ സ്വിറ്റ്സർലൻഡിൽ നടന്ന US ഇറാൻ സമാധാന ചർച്ചകൾക്കിടയിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി പുറത്തു വരികയാണ്. അതായത് US വൈസ് പ്രസിഡന്റ് JD വാൻസിനെ ഖത്തർ പ്രധാനമന്ത്രി പരസ്യമായി അവഗണിച്ചോ എന്ന ചോദ്യം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ചൂടേറിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നതാണ്. ചർച്ചകൾ നടന്ന ബർഗൻ സ്റ്റോക്ക് റിസോർട്ടിൽ നിന്നുള്ള ഒരു വീഡിയോ ദൃശ്യമാണ് ഈ വിവാദങ്ങൾക്ക്
തിരികൊളുത്തിയത്. പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി US വൈസ് പ്രസിഡന്റ് JD വാൻസിനെ പൂർണ്ണമായും മറികടന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ കെട്ടിപ്പിടിച്ച് സ്വീകരിച്ച ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ അതിവേഗം വൈറലായത്. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് US പാകിസ്ഥാൻ പ്രതിനിധി സംഘങ്ങൾ നിൽക്കുന്ന ഭാഗത്തേക്ക് നടന്നെത്തുന്നതും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന് കൈകൊടുക്കുന്നതും വ്യക്തമായി കാണാം. എന്നാൽ ഷെരീഫിന്റെ തൊട്ടടുത്ത് തന്നെ നിന്നിരുന്ന JD വാൻസിനെ കണ്ട ഭാവം നടിക്കാതെയാണ് ഖത്തർ പ്രധാനമന്ത്രി പെരുമാറിയത്. ഷഹബാസ് ഷെരീഫിനോടും ഒപ്പമുണ്ടായിരുന്ന പാക് സൈനിക മേധാവി അസിം മുനീറിനോടും അതീവ സൗഹൃദത്തോടെ പെരുമാറിയ ഖത്തർ പ്രധാനമന്ത്രി വാൻസിനെ പൂർണ്ണമായും ഒഴിവാക്കി എന്നാണ് സോഷ്യൽ മീഡിയയിലും മറ്റും വലിയ ചർച്ചകൾ നടക്കുന്നത്. പക്ഷേ ഇതിനോട് അമേരിക്കൻ വൃത്തങ്ങൾ ഈ വാർത്ത പൂർണ്ണമായും നിഷേധിച്ചു. ഇതിനു മുൻപ് തന്നെ നിരവധി ചർച്ചകൾ നടന്നിരുന്നു. അതുകൊണ്ടാണ് ക്യാമറകൾക്ക് മുന്നിൽ ഔപചാരികമായി ഒരു ഹസ്തദാനത്തിൻ്റെ ആവശ്യമില്ല എന്ന് തീരുമാനിച്ചത് എന്നാണ് അമേരിക്കയുടെ വിശദീകരണം. മറ്റൊരു വാർത്ത, ഇറാനെതിരായ യുദ്ധത്തിൽ കോടികൾ പൊടിച്ചു എന്നുള്ള വാർത്തകൾ അമേരിക്ക. അതിനുശേഷം ഇപ്പോൾ $8,000 കോടി നൽകണമെന്ന് സെനറ്റർമാരോട് പെൻറ്റഗൺ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ വൈറ്റ് ഹൗസ് കോൺഗ്രസിനോട് ഔദ്യോഗികമായി ഇക്കാര്യം അഭ്യർത്ഥിച്ചിട്ടില്ല. അമേരിക്ക ഇറാൻ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു സാമ്പത്തിക ആവശ്യം പെൻറ്റഗൺ മുന്നോട്ട് വച്ചിരിക്കുന്നത്. സെനറ്റർമാരോട് മുതിർന്ന ഡിഫൻസ് സെക്രട്ടറി സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അത്തരത്തിൽ വലിയ ചിലവ് ഇതിനകം തന്നെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്കയ്ക്ക് സംഭവിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾക്കിടയിലാണ് വീണ്ടും പണം വേണം എന്ന ആവശ്യം പെൻറ്റഗൺ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഏതാണ്ട് $2,900 കോടി യുദ്ധച്ചെലവായി അമേരിക്കയ്ക്ക് സംഭവിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ യുദ്ധത്തിൽ തകർന്ന വിവിധ അമേരിക്കയുടെ കേന്ദ്രങ്ങളുണ്ട് ഗൾഫ് രാജ്യങ്ങളിലും മറ്റുമായി. ഒപ്പം നഷ്ടപ്പെട്ട ആയുധങ്ങളുണ്ട്, തകർന്ന ഹെലികോപ്റ്ററുകളുണ്ട്. ഇവയുടെയൊക്കെ അറ്റകുറ്റപ്പണികൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കുന്ന പണം എന്ന് ഇതിനോട് പറഞ്ഞിട്ടില്ല. മറ്റു ചില കാര്യങ്ങൾക്കായാണ് ഈ പണം ചോദിച്ചിരിക്കുന്നത്. ഇത്തരം അറ്റകുറ്റപ്പണികൾക്കായി ശതകോടികൾ വേണ്ടിവരും എന്നുള്ള കണക്ക് കൂടി പുറത്തു വരുന്നുണ്ട്. അതിനിടയിലാണ് വീണ്ടും ഒരു $8,000 കോടി ആവശ്യപ്പെട്ടുകൊണ്ട് പെൻറ്റഗൺ മുന്നോട്ട് വന്നിരിക്കുന്നത്. യുദ്ധം അവസാനിക്കുന്നതിനിടെ ഇറാനും US-ഉം തമ്മിൽ അതുമായി ബന്ധപ്പെട്ട് ധാരണയായതിനെ തുടർന്ന് ഹോർമസ് തുറന്നതിനെ തുടർന്ന് ഇന്ത്യയിലേക്കുള്ള 11 കപ്പലുകൾ ഇതിനകം കടലിലേക്ക് കടന്നു എന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുകയാണ്. ഇന്ത്യയിലേക്കുള്ള അസംസ്കൃത എണ്ണ, പാചകവാതകം, വളങ്ങൾ എന്നിവയുമായി വന്ന ചരക്ക് കപ്പലുകളാണ് ഹോർമുസ് കടലിലേക്ക് കടന്നത്. 2 കപ്പലുകൾ ഇന്ത്യയിൽ നിന്ന് പശ്ചിമേഷ്യയിലേക്ക് യാത്ര തിരിച്ചതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. US-ഇറാൻ സമാധാന കരാറുകൾ ഒപ്പുവെച്ചതിന് പിന്നാലെ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോയത് 172 കപ്പലുകളാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച മുതലാണ് ഹോർമുസിലൂടെ കപ്പൽ ഗതാഗതം ആരംഭിച്ചത്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന് മുൻപ് ഹോർമുസിലൂടെ ദിവസവും ശരാശരി 138 കപ്പലുകൾ സഞ്ചരിച്ചിരുന്നു എന്ന കണക്കുകൾ കൂടി പുറത്തുവരുന്നു. ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം അത് ഈ സമാധാന കരാർ സംഭവിച്ചിട്ടും ഇപ്പോഴും തുടരുകയാണ്. യുദ്ധമല്ല, ഏകപക്ഷീയമായ ഇസ്രായേലിൻ്റെ ആക്രമണമാണ് ലെബനനിൽ. ഈ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞ് ലെബനന്റെ വിവിധ മേഖലകൾ, പ്രത്യേകിച്ചും അതിർത്തി ഗ്രാമങ്ങൾ ഇസ്രായേൽ തുടർച്ചയായി ആക്രമിക്കുകയാണ്. ലെബനനിൽ കോടികളുടെ നാശനഷ്ടം ഇതിനകം സംഭവിച്ചു എന്നുള്ള കണക്കുകൾ പുറത്തു വരികയാണ്. 17,000-ലേറെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. അതിർത്തി ഗ്രാമങ്ങൾ പൂർണ്ണമായും തകർന്നടിഞ്ഞു. ശക്തമായ ആക്രമണങ്ങളിൽ സംഭവിച്ചിരിക്കുന്നത് ഏതാണ്ട് $138 കോടി നാശമുണ്ടായി ഈ കെട്ടിടങ്ങൾ തകർന്നതിലൂടെ എന്നാണ് UN റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, ലെബനൻ സർക്കാരിൻ്റെ കീഴിലുള്ള നാഷണൽ കൗൺസിൽ ഫോർ സയൻറ്റിഫിക് റിസർച്ചും തമ്മിൽ സംയുക്തമായി പുറത്തുവിട്ട പഠന റിപ്പോർട്ടിലാണ് ഈ കോടികളുടെ നഷ്ടങ്ങളെക്കുറിച്ച് വിവരിക്കുന്നത്. ഉപഗ്രഹ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. 11,095 കെട്ടിടങ്ങൾ പൂർണ്ണമായി നശിച്ചു. 17,891 പാർപ്പിട സമുച്ചയങ്ങളെ നേരിട്ട് ബാധിച്ചു. ഇതിന് പുറമെ 2,242 കെട്ടിടങ്ങൾക്ക് ഭാഗികമായ നാശമുണ്ടായി. 9,311 കെട്ടിടങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള കേടുപാടുകളും സംഭവിച്ചു എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി തുടരുന്ന രൂക്ഷമായ ആക്രമണങ്ങളുടെ നഷ്ടങ്ങൾ ഈ കണക്കിൽ ഉൾപ്പെട്ടിട്ടില്ല. യഥാർത്ഥ നഷ്ടം ഇതിലും കൂടുതലായിരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഏതായാലും വലിയ നാശനഷ്ടമാണ് ലെബനനിൽ ഇസ്രായേൽ സംഭവിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ത്യയിൽ സ്കോച്ച് വിസ്കിയുടെ വില കുറയാൻ പോകുന്നു എന്ന സന്തോഷ വാർത്തയുണ്ട്. അത് സ്കോച്ച് വിസ്കി ഉപയോഗിക്കുന്നവർക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒന്നാണ്. മറ്റൊന്നുമല്ല, ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ജൂലൈ 15 മുതൽ നിലവിൽ വരുന്നതോടെയാണ് ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾക്കും മദ്യത്തിനും ഗണ്യമായി വില കുറയാൻ കാരണമാകുന്നത്. ഉഭയകക്ഷി വ്യാപാര ബന്ധത്തിലെ സുപ്രധാനമായ ഒരു നാഴികക്കല്ലായി ഈ കരാർ മാറുകയാണ്.
വാഹന മേഖലയിൽ അടുത്ത 15 വർഷത്തിനുള്ളിൽ UK നിന്ന് ഏതാണ്ട് 3.78 ലക്ഷം യാത്രാവാഹനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യ അനുമതി നൽകുമെന്നാണ് വിവരം. നിലവിൽ ഏകദേശം 110% വരുന്ന ഇറക്കുമതി തീരുവ അത് വെറും 10% ഘട്ടം ഘട്ടമായി കുറയ്ക്കാനാണ് തീരുമാനം. അത് വലിയ ഒരു വിപ്ലവമായി മാറും. കാരണം ഇത്തരം ഇലക്ട്രിക് വാഹനങ്ങൾ അടക്കമുള്ള വാഹനങ്ങൾക്ക് ഈ ആനുകൂല്യത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിൽ പോലും വാഹനങ്ങളുടെ വില ഗണ്യമായി കുറയും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം സ്കോച്ച് വിസ്കിയുടെയും ജിന്നിൻ്റെയും ഇറക്കുമതി തീരുവ 150%-ൽ നിന്ന് നേർപകുതിയായി 75%-ആക്കി മാറ്റുകയാണ്. ഇത് 10ാം വർഷത്തോടുകൂടി 40%-ആയി കുറയും എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇന്ത്യയിലെ മദ്യ വ്യവസായത്തിന് വലിയ ഗുണം ചെയ്യും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നികുതി പകുതിയായി കുറയുന്നത് ഇന്ത്യയിൽ സ്കോച്ച് വിസ്കിയുടെ വില കുറയുന്നതിന് വഴിയൊരുക്കും. നികുതികളിൽ ഘട്ടം ഘട്ടമായുള്ള കുറവ്, ക്വാട്ടാടിസ്ഥാനത്തിലുള്ള വിപണി ഇടപെടൽ, പ്രൊഫഷണലുകൾക്കുള്ള പുതിയ അവസരങ്ങൾ എന്നിവയാണ് കരാറിൻ്റെ പ്രധാന ഊന്നലായി ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വലിയ വിലക്കുറവ് വാഹനങ്ങൾക്കും ഒപ്പം ഇറക്കുമതി ചെയ്യുന്ന മദ്യം, സ്കോച്ച് വിസ്കി അടക്കമുള്ള മദ്യത്തിന് സംഭവിക്കും എന്നുള്ളതാണ് ഈ കരാറിൻ്റെ ആകത്തുക. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ CEO ക്രഡ് മേധാവി കുനാൽ ഷാ ഇപ്പോൾ വാട്സപ്പിനെ നയിക്കും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ക്രെഡിൽ ഒപ്പം വൻ നിക്ഷേപം നടത്താൻ മെറ്റ തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരം കൂടി പുറത്തു വരികയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു നേട്ടമാണത്. ഇന്ത്യയുടെ ഫിൻടെക് കമ്പനി കൂടിയായ ക്രെഡിൽ ഫേസ്ബുക്കിൻ്റെ മാതൃകമ്പനിയായ മെറ്റ വൻ നിക്ഷേപം നടത്തുകയും മറ്റും ചെയ്തു. കുനാൽ ഷായെ വാട്സപ്പിൻ്റെ ആഗോള തലവനായി നിയമിച്ചു. മെറ്റ നേതൃത്വത്തിലേക്ക് എത്തുന്ന ആദ്യ ഇന്ത്യക്കാരനായി കുനാൽ മാറുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെ 8,550 കോടി രൂപയാണ് മെറ്റ ക്രെഡയിൽ നിക്ഷേപിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. 2018-ൽ കുനാൽ ഷാ സ്ഥാപിച്ച ക്രെഡ് വഴിയാണ് ഇന്ന് ഇപ്പോൾ ഇന്ത്യയിലെ ഏതാണ്ട് 40%-ഓളം ക്രെഡിറ്റ് കാർഡ് ബില്ലുകളും കൈകാര്യം ചെയ്യപ്പെടുന്നത്. 1,70,00,000 മെമ്പർമാരുണ്ടെന്നാണ് കമ്പനിയുടെ അവകാശവാദം. പുതിയ നിക്ഷേപത്തോടുകൂടി ക്രെഡിൻ്റെ ആകെ സാമ്പത്തിക മൂല്യം 43,000 കോടിയായി ഉയരുമെന്നാണ് കണക്ക്. അങ്ങനെ മെറ്റയ്ക്ക് ക്രെഡ് യൂസർമാരുടെ വിവരം ലഭ്യമാകുമെന്നുള്ള ആരോപണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ലഭ്യമാകില്ല എന്നാണ് കുനാൽ ഷായുടെ വിശദീകരണം. അങ്ങനെ വളരെ ശ്രദ്ധാകേന്ദ്രമായ ഒരാളായി കുനാൽ മാറുകയാണ്. ഒരു കാലത്ത് അദ്ദേഹം ജോലി ചെയ്തത് ഡെലിവറി ബോയിയായി. സിനിമാ കഥ പോലെയുള്ള ജീവിതമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന കുനാലിൻ്റേത്. ഫേസ്ബുക്കിൻ്റെ മാതൃകമ്പനിയായ മെറ്റ വാട്സപ്പിൻ്റെ ആഗോള മേധാവിയെ വരുന്ന കുനാൽ ഷായെ സ്റ്റാർട്ടപ്പ് ലോകത്ത് ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രമായി അദ്ദേഹം മാറിയിരിക്കുകയാണ്. ജീവിതകഥ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സിനിമയെ വെല്ലുന്ന കഥയായി വേണമെങ്കിൽ കാണാം. അദ്ദേഹം ലോകത്തിൻ്റെ വാട്സപ്പിൻ്റെ ആഗോള മേധാവിയായി വരുമ്പോൾ ലോകത്തിൻ്റെ ഏറ്റവും മോശം മേഖലയിൽ പോലും ജീവിക്കുന്ന ഒരാൾക്ക് ഏത് തരത്തിലുള്ള പദവിയിലും എത്താം എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. ഏകദേശം 14 വയസ്സുള്ളപ്പോൾ തന്നെ തൻ്റെ ജോലി ആരംഭിച്ച ഒരു വ്യക്തി കൂടിയാണ് കുനാൽ ഷാ. പിതാവിൻ്റെ ബിസിനസ് തകരുന്നു, കുടുംബം കടക്കണിയിലാകുന്നു. കുടുംബത്തെ സഹായിക്കാൻ ആദ്യം അദ്ദേഹം ജോലി ചെയ്തത് ഒരു ഡെലിവറി ബോയിയായാണ്. അതിനുശേഷം ഡാറ്റ ഓപ്പറേറ്ററായും, മെഹന്തി കോൺ വിൽപ്പനക്കാരനായും, സൈബർ കഫേ ഓപ്പറേറ്ററായും, വ്യാജ CD വിൽപ്പനക്കാരനായും, കമ്പ്യൂട്ടർ പരിശീലകനായും വ്യത്യസ്ത റോളുകളിൽ തൻ്റെ ജീവിതം കരിപ്പിടിപ്പിക്കാനായി ഈ മഹാൻ ജോലി ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അത് 14-15 വയസ്സായപ്പോൾ തന്നെ സ്വന്തമായി സമ്പാദിക്കാൻ തുടങ്ങി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പല ടെക് മേധാവികളെയും പോലെ IIT-യുടെയോ IIM-ൻ്റെയോ ബിരുദങ്ങളോ സാങ്കേതിക വിദ്യാഭ്യാസമോ ഉള്ള ആളല്ല കുനാൽ ഷാ എന്നുള്ളതാണ്. മുംബൈയിലെ വിൻസൺ കോളേജിൽ ഷാ ഫിലോസഫിയാണ് പഠിച്ചത്. തത്വജ്ഞാനം എന്ന വിഷയത്തിൽ വലിയ താല്പര്യമുള്ള ആയതുകൊണ്ട്, മറ്റ് കോഴ്സുകൾ അഡ്മിഷൻ കിട്ടാൻ മാർക്കില്ലാത്തത് കൊണ്ടോ അല്ല ഫിലോസഫി അദ്ദേഹം തിരഞ്ഞെടുത്ത് സമാധാനമായി അല്പസ്വല്പം ഒന്നിരിക്കാൻ അത്തരത്തിലൊരു ജോലി ലഭിക്കാൻ വേണ്ടിയാണ് ആ ഒരു സംവിധാനത്തിലേക്ക് അദ്ദേഹം പോയത്. അതിനുശേഷം ജോലി ചെയ്യും, പഠനത്തിനൊപ്പം ജോലി ചെയ്യുകയും ചെയ്യും. അദ്ദേഹം മുംബൈയിലെ നർസി മോഞ്ചി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ് സ്റ്റഡീസിൽ MBA-ക്ക് ചേർന്നുവെങ്കിലും കോഴ്സ് പൂർത്തിയാക്കുന്നതിന് മുൻപ് പഠനം ഉപേക്ഷിച്ചു. അങ്ങനെ വലിയ തോതിലുള്ള അത്ഭുതങ്ങളുള്ള ഒരു മേധാവി കൂടിയാണ് കുനാൽ എന്ന് പറയുന്ന വ്യക്തി. അതിനുശേഷമാണ് 2018-ൽ $1 മില്യൺ വ്യക്തിഗത നിക്ഷേപത്തോടെ ക്രെഡ് ആരംഭിക്കുന്നത്. ആദ്യകാല ഡിജിറ്റൽ പേയ്മെൻറ്റ് സ്റ്റാർട്ടപ്പുകളിലൊന്നായ ഫ്രീ ചാർജ് ഷാ നിർമ്മിച്ചിരുന്നു. 2017-ൽ $60 മില്യൺ ആക്സിസ് ബാങ്കിന് വിറ്റു. ക്രെഡിലെ മെറ്റായുടെ 20% ഓഹരി പങ്കാളിത്തം ഇപ്പോൾ കമ്പനിയുടെ മൂല്യം $4.5 ബില്യൺ ഉയർത്തി എന്നുള്ളതാണ് ആഗോളതലത്തിൽ വലിയ അത്ഭുതമായി കാണുന്നത്. മറ്റു വാർത്തയിലേക്ക് പോകണം. പാകിസ്ഥാൻ സർക്കാരിനെതിരെ പാക് അധിനിവേശ കശ്മീരിൽ, അതായത് POK-യിൽ ജനകീയ പ്രക്ഷോഭം കൂടുതൽ ശക്തമാവുകയാണ്. സ്കൂൾ കുട്ടികളും സ്ത്രീകളും വൻതോതിൽ തെരുവിലിറങ്ങിയതോടെ പ്രതിഷേധം പുതിയ ഘട്ടത്തിലേക്ക് കടന്നു.
അവാമി ആക്ഷൻ കമ്മിറ്റി പാക് സർക്കാർ നൽകിയ സമയപരിധി ഇന്നലെ അവസാനിച്ചു. ഇതോടെ മേഖലയിൽ വലിയ ആശങ്കയാണ്. രാവലാക്കോട്ടിലെ ഈദ്ഗാഹ് മൈതാനത്ത് 11 ദിവസമായി ധർണയും പ്രതിഷേധവും തുടരുന്ന പശ്ചാത്തലമുണ്ട്. 70,000-ഓളം ആളുകൾ സർക്കാരിനെതിരെ അവിടെ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുന്നു. സ്കൂൾ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ വലിയ കൂട്ടം അവിടെ പങ്കാളികളാകുന്നു. അവരുടെ ആവശ്യം മറ്റൊന്നുമല്ല, പാക് അധിനിവേശ കശ്മീരിൽ നിന്ന് പാക് സൈന്യം പുറത്തു പോകണം, അടിസ്ഥാന അവകാശങ്ങളും സൗജന്യ വിദ്യാഭ്യാസവും നൽകണം. അങ്ങനെ പാക് സൈന്യം കശ്മീരികളെ കൊല്ലുകയാണ് എന്നുള്ള അതിഗുരുതരമായ ആക്ഷേപം അവിടെ തടിച്ചുകൂടുന്ന ജനങ്ങൾ ഉയർത്തുകയാണ്. ഭക്ഷണം തടഞ്ഞും ഇന്റർനെറ്റ് വിച്ഛേദിച്ചും ദ്രോഹിക്കുകയാണ് എന്ന് ഇവർ ആരോപിക്കുന്നു. ഐക്യരാഷ്ട്ര സംഘടന പ്രശ്നത്തിൽ ഇടപെടണമെന്നും ഇവർ ആവശ്യപ്പെടുന്ന പശ്ചാത്തലം പാകിസ്ഥാനെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. വലിയ മുദ്രാവാക്യം വിളികളുണ്ട്. പാക് സർക്കാരിനും സൈന്യത്തിനുമെതിരെ നൂറുകണക്കിന് സ്ത്രീകളാണ് പ്രകടനം നടത്തുന്നത്. നിയമവിരുദ്ധ അധിനിവേശമാണെന്നും അത് അവസാനിപ്പിക്കണമെന്നും പറയുന്നു. ഇന്ത്യയുടെ കൊടി പിടിച്ചുള്ള പ്രക്ഷോഭങ്ങൾക്ക് പോലും ഈ മേഖല സാക്ഷ്യം വഹിക്കുന്നു എന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ഏതായാലും അവശ്യ സാധനങ്ങളുടെ ക്ഷാമം ഈ മേഖല നേരിടുന്ന പശ്ചാത്തലം ഏറെ ഗൗരവതരമാണ്. കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇവിടെ നടക്കുന്നു എന്നുള്ള കുറ്റപ്പെടുത്തൽ കൂടി ഇവിടുത്തെ ജനങ്ങൾ പാക് സൈന്യത്തിനെതിരെ നടത്തുന്നുണ്ട്. ഇന്നലെയാണ് മമ്മൂട്ടി പത്മ പുരസ്കാരം ഡൽഹിയിൽ പോയി വാങ്ങിയത്. കുടുംബസമേതം മമ്മൂട്ടിയുടെ ഭാര്യ സുൽഫത്ത്, മകൻ ദുൽഖർ സൽമാൻ, മകൻ്റെ ഭാര്യ, മകളടക്കമുള്ള പൂർണ്ണ കുടുംബത്തോടൊപ്പമാണ് മമ്മൂട്ടി ഡൽഹിയിലെത്തിയത്. അതിനുശേഷം അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് തൻ്റെ അഭിനന്ദനം അറിയിച്ചു, തൻ്റെ നന്ദി അറിയിച്ചു. പ്രധാനമന്ത്രി ഈ ചിത്രം തൻ്റെ ഫേസ്ബുക്കിലൂടെ, തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പങ്കുവച്ചു. കുടുംബസമേതമുള്ള മമ്മൂട്ടിയുടെ ചിത്രമാണ് പങ്കുവച്ചത്. തൻ്റെ ഊഴമെത്തിയപ്പോൾ വേദിയിലേക്ക് പോകുന്നതിന് മുൻപ് പ്രധാനമന്ത്രിയെ കണ്ട് അഭിവാദ്യം ചെയ്താണ് മമ്മൂട്ടി രാഷ്ട്രപതിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങിയത് എന്നത് പ്രധാനമാണ്. മലയാളത്തിലെ പ്രമുഖ നടനുമായി ചിത്രമെടുക്കാൻ സാധിച്ചുവെന്ന് നരേന്ദ്രമോദിയുടെ മമ്മൂട്ടിയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് നരേന്ദ്രമോദി ഫേസ്ബുക്കിൽ കുറിച്ചു. പത്മ പുരസ്കാര വിതരണത്തിന് 2ാം ഘട്ടമാണ് ഇന്നലെ നടന്നത്. ഏതായാലും വളരെ അഭിമാന നിമിഷമായി മലയാളത്തിന് മാറിയ നിമിഷം കൂടിയാണ് അത്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് ഇന്ന് 1000ാമത് വാണിജ്യ കപ്പൽ എത്തുകയാണ്. മദർഷിപ്പ് MSC ലൂസിയാനയാണ് വൈകുന്നേരം 5 മണിയോടെ തുറമുഖത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നത്. കമ്മീഷൻ ചെയ്ത് 2 വർഷത്തിനുള്ളിൽ 1000 കപ്പലുകൾ കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന തുറമുഖങ്ങളിലൊന്നായി വിഴിഞ്ഞം മാറുകയാണ്. തുറമുഖ വകുപ്പ് അധികൃതർ ഇക്കാര്യം വ്യക്തമായി കഴിഞ്ഞു. അമ്മയുടെ അധ്യക്ഷസ്ഥാനം രാജിവെച്ചതിന് ശേഷവും ദുഷ്പ്രചരണങ്ങളും കെട്ടിച്ചമച്ച ആരോപണങ്ങളും വ്യക്തിഹത്യാ ശ്രമങ്ങളും തുടരുകയാണ് എന്ന് നടി ശ്വേതാ മേനോൻ. നിർഭാഗ്യവശാൽ ചില മുൻ കമ്മിറ്റി അംഗങ്ങളുടെ തെറ്റുകൾ അന്വേഷിക്കാൻ ഒരിക്കലും അവസരം ലഭിക്കാതിരിക്കാൻ ചില നിക്ഷിപ്ത താൽപ്പര്യക്കാർ ശ്രമിച്ചു. കഴിഞ്ഞ 2 കാലാവധികളിലെയും അക്കൗണ്ടുകൾ സമഗ്രമായി അവലോകനം ചെയ്യണം. പൂർണ്ണ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കാൻ ഒരു ഫോറൻസിക് ഓഡിറ്റിംഗ് വേണം. ഇനിയും കാര്യങ്ങൾ പറയാനുണ്ടെന്നും ശ്വേതാ മേനോൻ ഫേസ്ബുക്കിൽ കുറിച്ചു. തടി കുറയ്ക്കണമെങ്കിൽ കേന്ദ്രമന്ത്രി ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടുപഠിക്കണം എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച. അതായത് തൻ്റെ കിടിലൻ ഫിറ്റ്നസ് രഹസ്യങ്ങളുമായി അമിത്ഷാ രംഗത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഒറ്റയടിക്ക് 20 കിലോയോളമാണ് ശരീരഭാരം കുറച്ചത്. നേരത്തെ നമ്മൾ കണ്ടിരുന്ന അമിത്ഷാ അമിതവണ്ണമുള്ള ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി തടി കുറച്ച് ചുള്ളനായ ആഭ്യന്തരമന്ത്രിയെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഡൽഹിയിലെ ILBS ആശുപത്രിയിൽ നടന്ന ചടങ്ങിനിടയിലാണ് തൻ്റെ ഹെൽത്ത് മാജിക്ക് അമിത്ഷാ ജനങ്ങളുമായി പങ്കുവച്ചത്. 2020 മെയ് മാസം മുതൽ തുടങ്ങിയ കഠിനമായ ചിട്ടകളാണ് അദ്ദേഹത്തെ ഈ മാറ്റത്തിലേക്ക് നയിച്ചത് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇൻസുലിനും മറ്റ് ഇംഗ്ലീഷ് മരുന്നുകളുമൊന്നും പൂർണ്ണമായും ഉപേക്ഷിച്ചിരിക്കുകയാണ് അമിത്ഷാ എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. അതായത് 4 മാന്ത്രിക വിദ്യകൾ, സിമ്പിളായ മാന്ത്രിക വിദ്യകളാണ് തനിക്ക് തുണയായതെന്ന് ആഭ്യന്തരമന്ത്രി പറയുകയാണ്. വലിയ വില കൂടിയ ചികിത്സകളോ മാന്ത്രിക മരുന്നുകളോ ഒന്നുമല്ല, നമ്മുടെ നിത്യജീവിതത്തിലെ ചില കുഞ്ഞു ശീലങ്ങളാണ് ഇത് വേണ്ടത്. ആദ്യമായി ഫോൺ മാറ്റിവെച്ച് കൃത്യസമയത്ത് നന്നായി ഉറങ്ങുക. അതിനുശേഷം ശരീരത്തിന് ആവശ്യമായ വെള്ളം നന്നായി കുടിക്കുക. എണ്ണപ്പലഹാരങ്ങളും ഫാസ്റ്റ് ഫുഡുകളും വേണ്ട എന്ന് വെക്കുക. ആരോഗ്യപ്രദമായ ഭക്ഷണം ശീലമാക്കുക. ശരീരത്തിനും മനസ്സിനും അല്പം വ്യായാമം നൽകുക. അങ്ങനെ നിരവധി ഈ 4 ടിപ്പുകളിലോടുകൂടിയാണ് അമിത്ഷാ തൻ്റെ ആരോഗ്യം ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. ഇനിയും തനിക്ക് 40-50 വർഷങ്ങൾ ബാക്കിയുണ്ട് എന്നുള്ള ആത്മവിശ്വാസമാണ് 61-കാരനായ അമിത്ഷായ്ക്കുള്ളത്. ദിവസം 2 മണിക്കൂർ വ്യായാമം, തലച്ചോറിൻ്റെ ഉന്മേഷത്തിനായി 6 മണിക്കൂർ നല്ല ഉറക്കവും വേണമെന്ന് യുവാക്കളോട് അമിത്ഷാ പറഞ്ഞു വെക്കുകയാണ്.
വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതിയുമായി ബന്ധപ്പെട്ട വിവാദം ശക്തമാകുന്നതിനിടെ നിയമസഭയിൽ ബജറ്റ് ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി മറുപടി നൽകും. മദ്യവിവാദത്തിലും മുഖ്യമന്ത്രി നിലപാട് വിശദീകരിക്കും. പ്രതിപക്ഷം സഭയിൽ സർക്കാരിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു. വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഇന്ന് മറുപടി ഉണ്ടാകും മുഖ്യമന്ത്രിയുടെ, അല്ലേ? മദ്യവിവാദത്തിൽ സർക്കാരിന് വലിയ പ്രതിസന്ധി സർക്കാരിന് മുന്നിലുണ്ട്. പ്രത്യേകിച്ചും വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിലെത്തി ഒരു മാസം പിന്നിടും മുമ്പ് തന്നെ ഒരു അഴിമതി ആരോപണം നിയമസഭയിൽ നേരിടേണ്ടി വരികയാണ്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ് സർക്കാരിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചത്. കർണാടകയിലെ ഒരു കമ്പനിക്ക് വേണ്ടി, മദ്യ കമ്പനിക്ക് വേണ്ടി, ബക്കാഡി കമ്പനിക്ക് വേണ്ടി ശരവേഗത്തിൽ ഫയൽ നീക്കം നടത്തിയെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഫയൽ നീക്കത്തിന്റെ രേഖകൾ സഹിതം പുറത്തുവിട്ടാണ് പ്രതിപക്ഷം അത്തരമൊരു ആരോപണം ഉന്നയിച്ചത്. ഇതിൽ വലിയ സംശയങ്ങളുണ്ട്. അത് സംബന്ധിച്ച റൂൾ 50 നോട്ടീസ് സഭയിൽ അവതരിപ്പിക്കാൻ പോലും സർക്കാർ അനുവദിക്കാത്തതും സംശയം ഇരട്ടിപ്പിക്കുന്നുവെന്നാണ് പ്രതിപക്ഷത്തെ നേതാക്കൾ സഭയ്ക്ക് പുറത്തും പറഞ്ഞത്. ഇന്ന് വൈകിട്ടോടുകൂടി CPM വിഷയത്തിൽ അഴിമതി ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു. CPM-ൽ നിന്നോ അല്ലെങ്കിൽ ഇടതുമുന്നണിയിൽ നിന്നോ മാത്രമുള്ള ഒരു പ്രശ്നമല്ല UDF നേരിടുന്നത്. മുന്നണിക്കുള്ളിൽ കടുത്ത അതിർത്തിയുണ്ട്. പാണക്കാട് തങ്ങളുടെ ലേഖനം മദ്യവർജനമാണ് UDF-ന്റെ നയത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പോകുന്നുവെന്ന വിമർശനം ലീഗിനുള്ളിൽ നിന്ന് തന്നെയുണ്ട്. മാത്രമല്ല, എക്സൈസ് മന്ത്രി അറിയാതെയാണ് വകുപ്പിലെ പ്രധാനപ്പെട്ട തീരുമാനം മുഖ്യമന്ത്രി എടുത്തത്. അതിൽ എക്സൈസ് മന്ത്രിക്ക് അതൃപ്തിയുണ്ട്. മുന്നണി നയപരമായ തീരുമാനം മദ്യനയത്തിൽ ഇതുവരെ എടുത്തിട്ടില്ല. ഇടതു സർക്കാരിന്റെ മദ്യനയമാണ് തുടരുന്നത്. UDF-ന്റെ മദ്യനയം വരുന്നതിന് മുമ്പ് തന്നെ എന്തിന് ഇത്തരമൊരു നീക്കം നടത്തിയെന്ന ചോദ്യം മുന്നണിക്കുള്ളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. തീരുമാനത്തെ എല്ലാ കക്ഷികളും എതിർക്കില്ല. പക്ഷേ മുന്നണിയിൽ ചർച്ച ചെയ്യാതെ ഒരു തീരുമാനത്തിൽ പല ഘടകകക്ഷികൾക്കും അതൃപ്തിയുണ്ട്. അതിനിടെയാണ് ഇന്ന് നിയമസഭയുടെ ബജറ്റ് ചർച്ചയ്ക്ക് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വി.ഡി. സതീശന് മറുപടി പറയേണ്ടി വരുന്നത്. വൈകിട്ട് 3 മണിയോടുകൂടി അദ്ദേഹം സഭയിൽ മറുപടി നൽകും. സ്വാഭാവികമായും ഈ ബജറ്റിൽ കൂട്ടിച്ചേർക്കലുകൾക്കും ഒക്കെ അവസരമുള്ള സമയമാണ്. അതിനൊപ്പം തന്നെ ഇത്ര വലിയൊരു അഴിമതി ആരോപണം സർക്കാരിന് ഉയർന്ന സാഹചര്യത്തിൽ അതിലും മുഖ്യമന്ത്രി നിലപാട് വിശദീകരിക്കാൻ തന്നെയാണ് സാധ്യത. ഇതുവരെ വി.ഡി. സതീശൻ പ്രതികരിച്ചിട്ടില്ല. CPIയുടെ ഒരു നോട്ടീസ് അത് പ്രധാനമാണല്ലോ ആരുടെ, പ്രത്യേകിച്ചും CPM-ഉം CPI-യും തമ്മിൽ ഈ ഉപാധ്യക്ഷ സ്ഥാനത്ത് ചൊല്ലി തർക്കം നിലനിൽക്കുന്നിടയിൽ. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തുള്ള തർക്കത്തെ തുടർന്ന് ഇതുവരെ ഇടതുമുന്നണിയുടെ നിയമസഭാ കക്ഷി യോഗം ചേരാനായിട്ടില്ല. ഈ സെഷനിൽ തന്നെ നേരത്തെ CPIക്ക് ഒരു അവസരം റൂൾ 50 നോട്ടീസ് അവതരിപ്പിക്കാൻ ലഭിച്ചതാണ്. അന്നവർ അത് ഏറ്റെടുക്കാത്തതിന് കാരണം ഒരു തരത്തിലും അത്ര സഹകരണം വേണ്ട, അതായത് ഉപനേതാവിന്റെ കാര്യത്തിൽ തീരുമാനമാകുന്നവരെ സഹകരണം വേണ്ട നിലപാട് CPI സ്വീകരിച്ചത്. പക്ഷേ അവർ നിലപാട് മാറ്റുകയാണ്. സഭയിൽ ഈ വ്യത്യസ്തതകൾ, ഭിന്നാഭിപ്രായങ്ങൾ നിലനിൽക്കെ തന്നെ സഭാ നടപടികളുമായും അവിടുത്തെ മുന്നണിയുടെ പ്രവർത്തനവുമായും കക്ഷിയോഗം ചേരാൻ കഴിയുന്നില്ല എന്ന് മാറ്റി നിർത്തിയാൽ മറ്റ് നടപടിക്ക് വിട്ടുനിൽക്കേണ്ട CPIക്ക് ലഭിക്കുന്ന ഒരു അവസരമാണ്. അതും PMC പോലെ വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. CPIയുടെ എതിർപ്പ് കാരണം മാത്രമാണ് കഴിഞ്ഞ സർക്കാർ PMC മരവിപ്പിക്കാനെങ്കിലും കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയും അതുമായി മുന്നോട്ട് പോകാതെ ഇരിക്കുകയും ചെയ്തത്. ആ സർക്കാരിന് തീരുമാനം നിൽക്കുമ്പോഴാണ് പുതിയ സർക്കാർ വരുമ്പോൾ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാതെ കഴിയില്ല നിലപാട് ഈ സർക്കാർ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിഷയം സഭയിൽ ഉന്നയിക്കാനുള്ള അവസരം കളയണ്ട എന്നാണ് CPIയുടെ തീരുമാനം. അതിന്റെ ഭാഗമായാണ് ഉപനേതാവ്. മറ്റു വാർത്തയിലേക്ക്. കേരളത്തിലെ മദ്യ ഉപയോഗം 2 വർഷത്തിനിടയിൽ 3% വർദ്ധിച്ചുവെന്ന് കേന്ദ്രത്തിന്റെ റിപ്പോർട്ട്. കേരളത്തിലെ മദ്യം ഉപയോഗിക്കുന്ന 15 വയസ്സിൽ മുകളിലുള്ള പുരുഷന്മാർ കഴിഞ്ഞ വർഷത്തേക്കാൾ 22.7% എന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തയ്യാറാക്കിയ ദേശീയ കുടുംബാരോഗ്യ സർവേയിൽ പറയുന്നു. 2019-21 വർഷത്തിൽ 19.9%-ൽ നിന്നാണ് 3%-നടുത്ത് ഈ വർധനവ് ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൽ മദ്യം ഉപയോഗിക്കുന്ന സ്ത്രീകളുടെ എണ്ണം 0.2%. അത് 3%-മായി 2023-24 വർഷം വർദ്ധിച്ചിട്ടുണ്ട്. രാജ്യത്ത് ഏറ്റവും വലുതും സമഗ്രവുമായ ആരോഗ്യ സർവേയായി കണക്കാക്കുന്ന ഈ റിപ്പോർട്ടിൽ കേരളത്തിലെ മദ്യ ഉപയോഗം ദേശീയ ശരാശരിയേക്കാൾ മുകളിലാണ് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. രാജ്യത്തെ മദ്യ ഉപയോഗം 18.9% പുരുഷന്മാരിൽ, അതാണ് 22% കേരളത്തിൽ സംഭവിക്കുന്നത്. പക്ഷേ പുകയില ഉപയോഗിക്കുന്നവരുടെ ശതമാനം കേരളത്തിൽ 2 വർഷത്തിനുള്ളിൽ കുറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായ ഒരു കണക്കാണ്. ജീവിക്കാനായി ഭിക്ഷയെടുക്കുന്ന ഒട്ടേറെ പേരെ നമുക്ക് കാണാം. എന്നാൽ ഒരു റോബോട്ട് ഭിക്ഷയെടുക്കുമോ എന്നുള്ളതാണ് കൗതുകകരമായ ഒരു കാഴ്ച. റോബോട്ടുകളും ഭിക്ഷയെടുക്കുമെന്നാണ് ചൈനയിൽ നിന്നുള്ള വീഡിയോ കാണിച്ചു തരുന്നത്. റോഡരികിലിരുന്ന് ഭിക്ഷയാചിക്കുന്ന ഒരു ഹ്യൂമനോയിഡ് റോബോട്ടാണ് വീഡിയോയിലുള്ളത്. ചൈനയിലെ സിച്ചുവാൻ പ്രവിശ്യയിൽ നിന്നുള്ള വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ്. റോബോട്ട് ഭിക്ഷയായി പണം ചോദിക്കുന്നത് മറ്റൊന്നിനുമല്ല, തൻ്റെ ബാറ്ററി റീചാർജ് ചെയ്യാനുള്ള വൈദ്യുതി ബിൽ അടയ്ക്കാനാണ് ഈ പണം ആവശ്യപ്പെടുന്നത്. നടപ്പാതയിൽ മുട്ടുകുത്തിയിരുന്ന് കൈകൂപ്പിയാണ് റോബോട്ട് യാചിക്കുന്നത്. ആളുകൾക്ക് പണമിടാനായി ഭിക്ഷാപാത്രമുണ്ട്. അത് മാത്രമല്ല, ഡിജിറ്റൽ പേയ്മെൻറ്റിനായി QR കോഡും കാണാം. സഹായിക്കൂ എന്ന്
പ്രദർശിപ്പിക്കുന്ന LED ബോർഡും തൊട്ട് സമീപത്തുണ്ട്. ഒപ്പം ലൗഡ് സ്പീക്കറിലൂടെ ചൈനീസ് ഭാഷയിൽ റീചാർജ് ചെയ്യാൻ പണമില്ല എന്ന് ഈ റോബോട്ട് ഉറക്കെ പറയുന്നുണ്ട്. കൗതുകകരമായ കാര്യം, പല ആളുകളും പാത്രത്തിലിട്ടും QR കോഡ് സ്കാൻ ചെയ്തുമൊക്കെ പണം അയച്ച് റോബോട്ടിനെ സഹായിക്കുന്നുണ്ട് എന്നാണ്. നിരവധി ആളുകൾ രസകരമായ ഈ വീഡിയോ കണ്ടു. നിരവധി കമൻറ്റുകൾ വന്നു. അതിൽ പ്രധാനപ്പെട്ട കമൻറ്റ്, ഭിക്ഷക്കാരുടെ ജോലിക്ക് പോലും AI ഭീഷണിയാകുന്നു എന്നാണ്. ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും വലിയ തോതിൽ വാർത്തയായിരിക്കുകയാണ് ഈ റോബോട്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറുകയാണ്. MLA-മാർക്കായി നിയമസഭയിൽ ചക്ക വിഭവങ്ങളുടെ വിരുന്ന്. ജാക്ക് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലാണ് വിരുന്ന് സംഘടിപ്പിച്ചത്. ചക്ക ഇഡലി, ചക്ക ചമ്മന്തി തുടങ്ങിയ വിഭവങ്ങൾ വിളമ്പി MLA-മാർക്ക് ചക്കകളോടുള്ള അവരുടെ പ്രിയം കൂട്ടുക എന്നായിരുന്നു ലക്ഷ്യം. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാനാണ് MLA-മാർക്ക് ചക്ക വിഭവങ്ങൾ വിളമ്പിയത്. ചക്കയുടെ ഗുണം, ചക്കയുടെ മാതൃക ഇവയൊക്കെ ചർച്ചയാക്കുകയായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം. ധാരാളം ചക്ക എല്ലാ വർഷവും ആവശ്യമില്ലാതെ പാഴായി പോകുന്നു എന്ന കണക്ക് കൂടി ജാക്ക് ഫുഡ് പ്രൊമോഷൻ കൗൺസിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതൊക്കെ ഫലപ്രദമായി ഉപയോഗിക്കുക, അതിനുള്ള സംവിധാനം, അതിനുള്ള മാർഗം സർക്കാർ കണ്ടെത്തുക എന്ന ലക്ഷ്യം കൂടി ഈ MLA-മാർക്കിടയിൽ ഉണ്ടാക്കുന്ന അവബോധത്തിലൂടെ ജാക്ക് ഫുഡ് പ്രൊമോഷൻ കൗൺസിൽ മുന്നോട്ട് വെക്കുന്നു. ഒരു ചക്ക പിളർന്ന് അതിനകത്ത് എല്ലാ ആളുകളും കൂടെ നോക്കിയിരിക്കുക. ചക്ക ഉള്ള നാട്ടുകാരുണ്ട്, ചക്ക ഇല്ലാത്ത നാട്ടുകാരുണ്ട്. എനിക്ക് അവിടെ ചെന്നപ്പോൾ വലിയ കൗതുകമാണ് തോന്നിയത്. കാരണം ചക്ക ആ രീതിയിൽ പ്രചരണത്തിൽ മുന്നോട്ട് പോകേണ്ടതാണ്. നമ്മൾ നമ്മുടെ ആ പഴമയിലേക്ക് പോകുമ്പോൾ തന്നെ പല സാധനങ്ങളും ശരിക്കും അതാണ് ഇതിൻ്റെ പ്രാധാന്യം. ഇപ്പോൾ പൊടിയായിട്ട് സൂക്ഷിക്കുന്നതെന്ന് പറഞ്ഞു, എനിക്ക് വലിയ സന്തോഷം തോന്നി. വർഷങ്ങളായിട്ട് തുടങ്ങിയിരിക്കുന്നതാണ്, കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ സ്ഥാപനമാണ്. അവിടെയാണ് ഈ വലിയ 100ഓളം പേർക്ക്, ഇപ്പോൾ ഡോക്ടർ പത്മകുമാർ പറഞ്ഞത് 100ഓളം ഡയബറ്റിക് പേഷ്യൻസിന് കൊടുത്തിട്ടാണ് ചക്കയ്ക്ക് ഡയബറ്റിക് പേഷ്യൻസിന് ഏത് രീതിയിൽ അത് ഗുണം ഉണ്ടാക്കുമെന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള സ്റ്റഡീസിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി ഇവിടെ നടത്തിയിരിക്കുന്നത്. ഏതായാലും നമുക്ക് ഈ കാഴ്ചയോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിനിൽ ഒരു ഇടവേളയാണ്. ഇതിനുശേഷം ഫുട്ബോൾ വിശേഷങ്ങളുമായി എൽദോ പോൾ ചേരും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.